പ്രവാസ ലോകത്തെ വാർത്തകൾ. ഇന്ത്യക്ക് ഇരട്ട തീരുവ പ്രഖ്യാപിച്ചത് ഇന്ത്യ അമേരിക്ക ബന്ധത്തിൽ വിള്ളലുണ്ടാക്കിയെന്ന് ട്രംപ്. ആ നടപടി ഒരിക്കലും എളുപ്പമായിരുന്നില്ലെന്നും മോദിയുമായി സംസാരിക്കുമെന്നും അമേരിക്കൻ പ്രസിഡന്റ്. ഇന്ത്യക്ക് ഇരട്ട തീരുവ പ്രഖ്യാപിച്ചത് വലിയ ഭിന്നതയ്ക്കിടയാക്കിയെന്ന് ഡൊണാൾഡ് ട്രംപ് തുറന്നു സമ്മതിച്ചു. 50% തീരുവ ചുമത്തിയത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ വിള്ളൽ വീഴ്ത്തിയെന്നും തീരുമാനം എളുപ്പമായിരുന്നില്ലെന്നും ട്രംപ് പറഞ്ഞു. എന്നാൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് ഇന്ത്യ തുടരുന്നതിനാൽ തീരുവ ഒഴിവാക്കാനാകില്ലെന്നും ട്രംപ് പറഞ്ഞു. ഇന്ത്യയുമായുള്ള ബന്ധം താറുമാറാക്കുന്ന ഒരു നടപടി സ്വീകരിക്കുക എന്നത് ഒരിക്കലും എളുപ്പമുള്ള കാര്യമായിരുന്നില്ലെന്ന് ട്രംപ് പറയുന്നു. എങ്കിലും റഷ്യയുമായുള്ള വ്യാപാര ബന്ധം തടയുക എന്നത് വളരെ പ്രധാനമായിരുന്നുവെന്നും ട്രംപ് പറഞ്ഞു. റഷ്യ-യുക്രൈൻ സംഘർഷം എന്നത് തങ്ങളെക്കാൾ യൂറോപ്പിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. യൂറോപ്പ് കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടതുണ്ട്. ഇന്ത്യക്കും റഷ്യയ്ക്കും എതിരായ നടപടികൾ കർശനമായി താൻ തുടരുന്നുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. UAE-യിൽ പണമിടപാട് ഡിജിറ്റലായതോടെ ബാങ്ക് ശാഖകൾ കുറഞ്ഞു. തൊഴിൽ സാധ്യത കുറഞ്ഞതിനാൽ പ്രവാസികളും ആശങ്കയിൽ. ഈ വർഷം ദേശീയ ബാങ്കുകളുടെ 38 ശാഖകളാണ് പൂട്ടിയത്. ശാഖകളുടെ എണ്ണത്തിൽ 8% കുറവുണ്ടായത്. വിദേശ ബാങ്കുകളുടെ ശാഖകളുടെ എണ്ണത്തിലും കുറവുണ്ടായി. ബാങ്ക് ഇടപാടുകൾ ഡിജിറ്റലായതോടെ ബാങ്ക് ശാഖകളിൽ നേരിട്ട് പോകുന്നവരുടെ എണ്ണം കുറഞ്ഞു. ബാങ്ക് ശാഖകൾ പൂട്ടുന്നുണ്ടെങ്കിലും ATM-കളുടെ എണ്ണം വർദ്ധിക്കുന്നതായാണ് കണക്കുകൾ. ബാങ്കുകളുടെ ശാഖകൾ ഇല്ലാതാകുമ്പോൾ വലിയൊരു വിഭാഗത്തിന്റെ ജോലി കൂടിയാണ് ഇല്ലാതാകുന്നത്. ബാങ്കിംഗ് മേഖലയിലെ ജോലി ചെയ്യുന്ന ആയിരക്കണക്കിന് മലയാളികളുണ്ട്. അവർ ജോലി നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിലാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ദോഹയിൽ അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടിക്ക് നാളെ തുടക്കമാകും. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ടുള്ള ഇസ്രായേൽ വ്യോമാക്രമണത്തിനെതിരെയാണ് യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത്. ഹമാസ് നേതാക്കളെ ലക്ഷ്യമിട്ട് ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിനെതിരെ ഖത്തർ വിളിച്ചു ചേർത്ത അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഞായർ, തിങ്കൾ ദിവസങ്ങളിലായി നടക്കും. സെപ്റ്റംബർ 9-നുണ്ടായ ഇസ്രയേൽ വ്യോമാക്രമണത്തിൽ ഒരു ഖത്തരി സുരക്ഷാ ഉദ്യോഗസ്ഥനും ഹമാസ് അംഗങ്ങളും ഉൾപ്പെടെ 6 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിൽ ഇസ്രയേലിനെതിരെ സ്വീകരിക്കേണ്ട നടപടികൾ ചർച്ച ചെയ്യാനായി അറബ് ഇസ്ലാമിക് ഉച്ചകോടി ദോഹയിൽ ചേരുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽദാനി നേരത്തെ അറിയിച്ചിരുന്നു. ഇസ്രയേൽ ആക്രമണത്തിനെതിരെ മേഖലയിൽ നിന്ന് ഒന്നിച്ചുള്ള പ്രതികരണം ഉണ്ടാകുമെന്നാണ് ഖത്തർ പ്രതീക്ഷിക്കുന്നത്. നിലവിലെ സാഹചര്യങ്ങളിൽ മേഖലയിലെ പ്രതികരണങ്ങളും തുടർ നടപടികളും ഉച്ചകോടിയിൽ ചർച്ചയായേക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് ഖത്തറിൽ സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. രാജ്യത്ത് സെപ്റ്റംബർ 13 ശനിയാഴ്ച മുതൽ 15 തിങ്കളാഴ്ച വരെ എല്ലാത്തരം സമുദ്ര ഗതാഗതത്തിനും ഖത്തർ ഗതാഗത മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.